ഹല്ലേലൂയ. നമുക്കൊരു സങ്കീർത്തനം വായിക്കാം. 57-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. കേട്ടോ? കേട്ടില്ല, പറ. സങ്കീർത്തനം 57. എൺപത്തേഴെന്നാണ് പറഞ്ഞത്. 57. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളും ഞാൻ നിന്റെ ചിറയിന്റെ ഒരു ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്റെ ദൈവ വിശ്വസ്തതയും അയക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. അഗ്നി ചലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവും മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. അവർ എന്റെ കാലടികൾക്കൊരു വല വിരിച്ചു. എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരുമായുള്ളവരെ ഉണരുവീൻ. ഞാൻ അധികാലത്തെ ഉണരും. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്ത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ഹെഡിങ് വായിക്കുകയാണെങ്കിൽ സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. അവൻ ശൗലിന്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത്. അപ്പൊ നല്ല കാലത്ത് ചമച്ചതല്ല. ഹാലേലൂയ. ഒരു കഷ്ടതയുടെ കാലത്ത് അവൻ ശൗലിങ്ങനെ പുറകിട്ട് ഓടിക്കുമ്പം ഓടി നടക്കുന്ന കാലത്ത് ചമച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ദാവീദ് തുടങ്ങുന്ന ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുക, ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം തുടങ്ങുന്നതിന് അത്യുന്നതന്റെ മറയിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ ഹാലേലൂയ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു പറയാൻ തുടങ്ങുക. കാരണം അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്തു. അപ്പം അവിടെ പറയുന്നത് നമ്മൾ അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിനടിയിലാണ് പാർക്കുന്നതെങ്കിൽ പിന്നെ പറയുന്ന ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എല്ലാം നമ്മുടെ മേൽ വെളിപ്പെടുന്നതിന് 91-ാം സങ്കീർത്തനം. അപ്പോൾ ഇവിടെയും ദാവീദ് പറയുന്ന സർവശക്തന്റെ ആപത്തിൽ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ചിറകിന്റെ അടിയിൽ ഒരു കോഴി തന്റെ കുഞ്ഞിനെ അടിയിൽ കെട്ടി വെക്കുന്ന പോലെ ആപത്ത് വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ശരണം പ്രാപിക്കുന്ന ദാവീദ് അങ്ങോട്ട് പറയുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞ അങ്ങനെ തന്നെയാ, നിങ്ങള് വന്ന് ഇരിക്കും. ഇസ്രായേൽ ജനത്തൊക്കെ പറഞ്ഞ് കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ കാക്കും പോലെ കാക്കുക എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിങ്ങളോ വന്നില്ല, അനുസരിച്ചില്ല. ഹാലേലൂയ എന്ന് പറയുന്ന പോലെ ദൈവോട്. പക്ഷെ ദാവീദ് അങ്ങോട്ട് തന്നെ പറയുന്നത് ഞാൻ അതുകൊണ്ട് ആപത്തുകൾ ഒഴിഞ്ഞു പോകും ദൈവത്തിന്റെ ചിറകിന് കീഴിൽ ശരണം പ്രാപിക്കും. അപ്പം നമുക്ക് ആപത്തുകൾ, അനർത്ഥങ്ങൾ, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ വരുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അന്നേരം ഞാൻ പറയുമ്പോൾ തെക്കോട്ട് മടക്കോട്ട് ഓടി നടക്കാതെ ദൈവം പറയുന്നിടത്ത് ഇരിക്കുക. ഹാലേലൂയ. ഇരിക്കാൻ ഇരിക്കണം. കാരണം പലർക്കും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വെപ്രളം കയറി അവർ സ്വന്തമായിട്ട് ഒരു ബുദ്ധി അവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ദൈവം പറയുന്ന കേട്ട് അനുസരിച്ച് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറയും, ഒതുങ്ങിയിരിക്കുക തന്നെ ചെയ്യണം. അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഫേവർ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം വെച്ചാൽ ദൈവമല്ലേ ഇരിക്കാൻ പറഞ്ഞത്, അല്ലേ? ദൈവം ഇരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ കാര്യം നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാ? ദൈവത്തിനാ, അല്ലെ? സാറാമസൂറിന്റെ അടുത്ത് പറയാം, മിനിസിസ്റ്ററെ കുറച്ച് ദിവസത്തേക്കെങ്കിലും പോലെ നമ്മുടെ കൂടെ ഇവിടെ നിൽക്കട്ടെ, അല്ലെ ഇവിടെ വന്നിരിക്കട്ടെ, അല്ലെ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. ഞാനൊന്ന് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എനിക്ക് ദൈവം ഉച്ചയ്ക്ക് ചോറ് കിട്ടുമോ, വൈകിട്ട് ചായ കിട്ടുമോ, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ, ഞാൻ പോതരേണ്ട ആവശ്യമുണ്ടോ? കിടക്കാൻ സ്ഥലം ഉണ്ടാവുമോ, എനിക്ക് പുതയ്ക്കാൻ പുതപ്പ് കിട്ടുമോ, ഇതൊക്കെ ഓർക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ സിസ്റ്ററെ? ഇല്ല. കാരണം സാറാമസിസ്റ്റർ എന്നെ വിളിച്ചത്, സിസ്റ്ററെ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിക്ക് ഉത്തരവാദിത്തം നമുക്ക് വേണ്ടുന്നില്ല അവിടെ ഒരുക്കുക എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിറവേറ്റുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ ദൈവം നമ്മളോട് ഇരിക്കാൻ പറയും. ദാവീദ് പറയുന്ന പാപത്തിലൊഴിഞ്ഞു ഞാൻ നിന്നെ ശരണം പ്രാപിക്കും, നിന്റെ ചിറകിൻ ഈ നിഴലിൽ ശരണം പ്രാപിക്കും. വെച്ചാൽ ഞാൻ നിന്റെ ചിറകിന്റെ കീഴിൽ നിഴല് വിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ അങ്ങ് ശരണം പ്രാപിക്കും. അതുകൊണ്ട് ദൈവമേ എന്നോട് കൃപ. എന്നിട്ട് ആ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ.
അപ്പം ഞാൻ എപ്പോഴും നമ്മൾ വിളിക്കുന്ന ദൈവം ആരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണ്, നമ്മൾ ആശ്രയിക്കുന്ന ദൈവം ആരാണ്, നമുക്ക് ഓരോരുത്തർ ഉറപ്പുണ്ടാകണം. ദാവീദ് പറ അത്യുന്നതനായ ദൈവത്തെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം അത്യുന്നതനാണ്. അതിന്റെ മേലെ കയറാൻ ആർക്കും കഴിയില്ല. അതിനെക്കാട്ടും ആമേൻ. ഉന്നതനായ ഒരു ദൈവം ഇല്ല. അതുകൊണ്ട് അത്ര ആമേൻ. ഏറ്റവും ആ മിഹാലിലെ മോസ്റ്റ് ഹൈ പ്ലേസിൽ ഇരിക്കുന്ന എന്റെ ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നെങ്കിൽ അതിന് ബാക്കിയെല്ലാം അതിന് താഴെയാണ്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം അതിന് താഴെയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഉന്നതിയിരിക്കുന്ന ദൈവത്തിനെ ശരണം പ്രാപിച്ച ബാക്കിയെല്ലാം അതിന്റെ താഴെയാണെങ്കിൽ നമ്മുടെ വിഷയങ്ങളും ഒക്കെ അതിന്റെ താഴെ വരുന്നു. അപ്പൊ ദൈവത്തിന് ആമേൻ. പരിഹരിച്ച് തരാൻ കഴിയാത്ത ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വരുത്തില്ല എന്നുള്ളതാണ് പാപിത പറയുന്നതിന്റെ അർത്ഥം. കാരണം അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പൊ സകലതും നമുക്ക് വേണ്ടി നിവർത്തിച്ച് തരാനായിട്ട്, നടത്തിത്തരാനായിട്ട് കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം നമ്മുടെ ദൈവമാണ് ഏറ്റവും ഉന്നതനായിരിക്കുന്നത്, അത്യുന്നതായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതിന്റെ മേലെ ഒരു ദൈവവുമില്ല, അതിൽ ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ അമ്മക്ക് പറയത്തില്ല എന്റെ പിടി അങ്ങ് മുകളില എന്ന് പറയത്തില്ല. ചില ആൾക്കാർ പറയത്തില്ലേ നിങ്ങൾക്ക് ഡൽഹിയിൽ അങ്ങ് പിടിയുണ്ടെന്നൊക്കെ പറയും. കാരണം അവരെ കാര്യങ്ങൾ സംസാരിക്കും. കാരണം എന്താ, അവർക്ക് അവിടെ ഹാലേലി ഇതുള്ളത് കൊണ്ട് അവർക്കറിയാം. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കേന്ദ്രത്തിൽ പിടിയുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നവർ, നമുക്ക് കേന്ദ്രത്തിൽ വല്ല പിടി, നമുക്ക് സ്വർഗത്തിലെ പിടി. നമ്മൾ ആരുടെങ്കിലും പറയണം അല്ല, നമ്മുടെ കണക്ഷൻ എവിടെയാണെന്നറിയാ, വല്ലവരായിട്ട് വലിയ അവരെ അറിയും, ഇവരെ അറിയും, ഇവരൊക്കെ ആയിട്ട് വല്ല കണക്ഷൻ. അപ്പൊ നമ്മളവരെ പറയും അവരൊന്നായിട്ട് വല്ല കണക്ഷൻ ഒന്നുമില്ല. പക്ഷേല് നമുക്ക് കണക്ഷൻ എവിടെയാണ്, ടോപ്പില്. പണ്ട് 3 കുഞ്ഞുങ്ങൾ ഈ പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ഈ അപ്പന്മാരെ കുറിച്ച് ഭയങ്കര പുകഴ്ത്തി പറഞ്ഞ കൂട്ടത്തിലുണ്ട്. ഒരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ 3 പെൺകൊച്ചുങ്ങൾ 3 പേരും സുഹൃത്തുക്കളാണ്. 3 പേരും കൂടെ ഒരു ദിവസം ഒരു മരത്തിന്റെ ചോട്ടിൽ പോരുന്ന് സംസാരിക്കും. അപ്പൊ ഈ ഒരപ്പൻ ചെന്നിട്ട് ഒന്ന് മറഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടി എന്താ ഇവര് പറയുന്നത് അറിയാൻ വേണ്ടി. അപ്പൊ ഒരാൾ പറയുന്നുണ്ട്, എന്റെ അപ്പൻ ഭയങ്കര ഇവിടെ കളക്ടർ ആയതുകൊണ്ട് ഈ ഡിസ്ട്രിക്റ്റിന്റെ മൊത്തം പവർ അപ്പൻ്റെ കയ്യിലുണ്ട്. എന്റെ അപ്പൻ വിചാരിച്ച വലിയ വലിയ കാര്യങ്ങൾ നടക്കും. അപ്പൊ അടുത്ത കൊച്ച് പറയണം, എന്റെ അപ്പനങ്ങ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്രത്തിലാണുള്ളത്, അതുകൊണ്ട് അവിടെ ഭയങ്കര പിടിയായതുകൊണ്ട് എനിക്ക് അങ്ങ് വലിയ വലിയ കാര്യങ്ങൾ നടക്കും. അപ്പൊ അടുത്ത 3ാമത്തത് ദേവദാസന്റെ മകളാണ്. അവളത് കേട്ടപ്പോൾ ഒട്ടും കുറച്ചില്ല. അവള് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അപ്പന്മാർക്ക് ഉള്ളവർക്ക് ഇവിടെയല്ലേ ഉള്ളു പിടി, എന്റെ അപ്പനങ്ങ് സ്വർഗത്തിലാ പിടി. ഹല്ലേലൂയ. അപ്പൊ എന്റെ അപ്പനോട് ചോദിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒന്നും ചെയ്യത്തില്ല. എന്റെ അപ്പൻ നേരിട്ട് സംസാരിക്കും സ്വർഗത്തിലെ ദൈവത്തോടാ. അപ്പൊ എന്റെ അപ്പൻ പറയാത്തൊരു കാര്യം നടക്കത്തില്ല. നിങ്ങളുടെ അപ്പന്മാരെന്തെങ്കിലും ചെയ്യണമെങ്കിലും എന്റെ അപ്പന്റെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് കാരണം വെച്ചാൽ സ്വർഗത്തിലെ ദൈവവുമായിട്ട് കണക്ഷൻ ഉള്ളവർക്ക് അവരറിയാതെ ഈ ലോകത്ത് ഒരീച്ച പോലും അനങ്ങത്തില്ല, നമ്മളൊരു ഇല പോലും ചലിക്കത്തില്ല. കാരണം ദൈവം തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്ത ഒന്നും ചെയ്യത്തില്ലെന്ന്. അപ്പം നമ്മുടെ ദൈവത്തെ കുറിച്ച് ദാവീദ് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാം, ദാവീദിന്റെ ഏറ്റവും വലിയ ജയം എന്താന്ന് വെച്ചാൽ ദാവീദ് സേവിച്ച് നിൽക്കുന്ന ദൈവം ആരാണ് ദാവീദിനെ അറിയാമായിരുന്നു. ഇന്ന് പലരുടെയും പ്രശ്നം എന്താ വെച്ചാൽ പലർക്കും ആ ദൈവം ആരെന്ന് അറിയത്തില്ല. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, അടുത്ത ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ എന്താ പറയാ, പാനിക്കായി മാറുന്ന ആൾക്കാർ നമ്മുടെ പെന്തക്കോസ്തുകാരാണ്. കാരണം അവരെ ആരോ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടത വന്നാൽ പിശാചു കൊണ്ടുവരുന്നു, നഷ്ടം വന്നാൽ പിശാചു കൊണ്ടുവരുന്നു, ശൂന്യത വന്നാൽ പിശാചു കൊണ്ടുവരുന്നു, എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അവർ ദൈവത്തെക്കാട്ടി കൂടുതൽ ഉപരിയായിട്ട് അവർ പിശാചിനെ ഭയപ്പെടുന്നവരാണ്. ഏതാ വെച്ചാൽ നമ്മൾ നെഗറ്റീവ് വർഷിപ്പ് ദൈവത്തിന് പിശാചിന് കൊടുക്കുകയാണ്. കാരണം പിശാചിനെ അത്രത്തോളം ഭയപ്പെടുകയും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവനെ കുറിച്ച ചിന്ത മൊത്തം. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരി എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്റർ, നമ്മൾ ദൂത് കേൾക്കുമ്പോൾ നല്ല വലിയ വാക്തത്വങ്ങളും പ്രോമിസുകളും ഒക്കെ കേൾക്കാറുണ്ട്, അതുപോലെ ചില നെഗറ്റീവ് ദൂതുകൾ ചില സമയത്ത് വരാറുണ്ട്. ഈ നെഗറ്റീവ് ദൂതുകളെല്ലാം പെട്ടെന്ന് സംഭവിക്കുന്നു, മറ്റേതൊക്കെ പെട്ടെന്ന് സംഭവിക്കില്ല, എന്താ അതിന് കാരണമെന്ന് ചോദിച്ചു. ന്യായമായ ക്വസ്റ്റ്യൻ അല്ലേ, പലർക്കും ഉണ്ടായ ചോദ്യമല്ലേ. ഞാൻ പറയുന്നത് 2 റീസണാണ്. ദൈവനോട് അന്നേരം പറഞ്ഞ 2 റീസണാണ്. കാരണം വെച്ചാൽ നെഗറ്റീവ് ദൂത് നമ്മൾ കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അത് കിടക്കും, ഒരു ഭീതിയായിട്ട്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അത് എപ്പോഴും ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം. ഇപ്പൊ എന്താ സാറാമസ്റ്റർ നോക്കിയിട്ട് നമ്മൾ സാറാമസ്റ്റർ ഒരു ആക്സിഡന്റ് വരാം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ കാലൊടിയാൻ പോകും, കൈയൊടിയാൻ പോകും, ദൈവം അങ്ങനെ സംഭവിക്കരുത് ഒരിക്കലും. അപ്പൊ അങ്ങനെ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ
അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോഴും അല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യും നമ്മുടെ ഉള്ളിലിട്ട്. എന്താ കാര്യം? വരുവോ 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 ഇന്ന്, ശരിയല്ലേ? അല്ല നീ ഇപ്പം അല്ലെ രാജ്യങ്ങളെ പ്രവാചക നിന്നെ അനേക രാജ്യങ്ങളിലേക്ക് അയക്കും, ഞാൻ നിന്റെ നാവാക്കി മാറ്റും. ഇതിലിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തോണ്ട് നടക്കുന്നേക്കാട്ടി കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് അല്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അതാണ് നെഗറ്റീവ്. നമുക്ക് ഇത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും തോറും ഇതിന് ജീവൻ വെക്കാൻ തുടങ്ങും. ഹാലയില്. കാരണം നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിനക്ക് സംഭവിക്കുന്ന. കാരണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സാധനങ്ങൾ കയറും ആഴത്തിലേക്ക്. പിന്നെ നമ്മുടെ ഭീതി മൊത്തം ഇതിനകത്ത് ഭയം നമ്മൾ വരാൻ തുടങ്ങും. ഹാലയില്. നമ്മൾ ഇതിനെ നെഗറ്റീവ് ദൂതിനെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. സംഭവിക്കും. ആ സമയത്ത് കേൾക്കുമ്പോഴേ ഏഷ്യനെ ആദ്യം ഇത് നമുക്കുള്ള പോട്ട് ക്യാൻസൽ ആക്കുന്നത് ഞാനിത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച വിട്ടിട്ട് അത് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നതേ ഇല്ലെങ്കിൽ നടക്കത്തേ ഇല്ല, നമ്മൾ മറന്നേ പോകും. അത് രണ്ടാമതൊരു കാര്യം. അങ്ങനെയാകുമ്പോഴേ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം ഈ പറയുന്ന കാര്യം സംഭവിക്കേണ്ടതാണെങ്കിൽ ഇത് സംഭവിച്ചാലേ അടുത്ത ഒരു മഹത്വത്തിലേക്ക് നീ കയറത്തുള്ളൂ. ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുള്ളൂ. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഈ ഒരു ആപത്ത് അല്ലെ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ഹാലിൽ ആ ഒരു എഫക്റ്റ് കൂടെ കടന്നു പോകുമ്പോഴത്തേന് അതിനെ ദൈവം നന്മയ്ക്കാക്കി മാറ്റാൻ വേണ്ടി അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ദൈവത്തെ അടുക്കാൻ കാരണമാകുന്നുണ്ട്. ഈ രണ്ട് റീസണിലാണ് സംഭവിക്കുക. അതിൽ കൂടുതൽ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആപത്ത് അനർത്ഥങ്ങളൊക്കെ ദൈവം മുന്നമേ അറിയിക്കുന്നത് അത് സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ അതിനെ പ്രാർത്ഥിച്ച് അതിന്റെ ജയമെടുത്ത് അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ക്യാൻസൽ ചെയ്യുന്നതിന് നമ്മളുടെ ഉള്ളിൽ ക്യാൻസലൊക്കെ നമ്മൾ പറയുമോ, യേശുവിന് ഒന്നാമത്തെ ക്യാൻസൽ ആകട്ടെ, ഇതെല്ലാം ഞങ്ങൾക്ക് ക്യാൻസൽ ആക്കി കളയെന്ന് പറയുകയും ചെയ്യും. ഇതിനെ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ താലോലിക്കാൻ തുടങ്ങുകയും ചെയ്യും, മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഹാലയില്ല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ? നമ്മളൊരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ഓർത്ത് 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 അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതിനേക്കാണ് മെഡിറ്റേഷൻ. എന്നൊരു വചനം കേട്ടാൽ ആ വചനം ഉള്ളിൽ കിടന്നിട്ട് ആ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വചനം എന്താണ്, അതിനകത്ത് എന്തൊക്കെ റെവലേഷൻ എന്തൊക്കെയാവും ഇവിടെ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് മെഡിറ്റേഷൻ. അതുപോലെ ഒരു ചെറിയ തലവേദന വന്നാൽ നമ്മൾ ഈ തലവേദന കൊണ്ട് പോകണം, ഡോക്ടറെ കാണണം, സ്കാൻ ചെയ്യണം. അപ്പൊ ചിലപ്പോ ഇത് വേറെ എന്തെങ്കിലും രോഗമാന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് മെഡിറ്റേഷൻ. ഹല്ലേലൂയ. കാരണം നമ്മൾ എങ്ങനെ അതിന്റെ അടുത്ത 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 റലത്തിലേക്ക് ഹയർ റലത്തിലേക്ക് ചിന്തിച്ചു കൂട്ടുന്നതിന്റെ മെഡിറ്റേഷൻ. വചനത്തെ കുറിച്ച് അങ്ങനെ തന്നെ, അത് വചനം മെഡിറ്റേറ്റ് ചെയ്യണം ഈ സമയത്ത്. പക്ഷേ ഹാലലൂയ. അപ്പം ഇതാണ് സംഭവിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ ദാവീദിന്റെ ജീവിതത്തെ ആപത്തിൽ വരുന്നു കേൾക്കുമ്പോഴും, ദാവീദിന്റെ ജീവിതത്തെ ആപത്തുകളിലൂടെ കടന്നു പോകുമ്പോഴും, പ്രശ്നത്തിലൂടെ പ്രയാസത്തിലൂടെ പോകുമ്പോഴും എല്ലാം ദാവീദ് ഹാലലൂയ അവന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെക്കാട്ടി ഉപരിയായിട്ട് അവൻ ആശ്രയിച്ച് നിന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്നു. ആ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം ഹാലയിലിയ എന്ത് ചെയ്യാൻ കഴിവുള്ള ദൈവമാണെന്ന് കണ്ടത്. ഇവിടെ പറയുന്നത് അത്യുന്നതനാ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അപ്പൊ നമുക്ക് സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിക്കും. എന്നിട്ട് എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തന്നെ ദൈവ വിശ്വസ്തൻ അയക്കുന്നു. ഹാലലൂയ. നമ്മളെയൊക്കെ വിഴുങ്ങുവാനായിട്ട് അനേകം വരാതിരുന്നിട്ടൊന്നും അല്ല. ഹാലലിയ. നമുക്ക് ചുറ്റുപാടും നമ്മളെ വിഴുങ്ങാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കാഞ്ഞിട്ടല്ല പക്ഷേല് സ്വർഗത്തിലെ ദൈവം കൈ നീട്ടി നമ്മളെയൊക്കെ പിടിച്ച് രക്ഷിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ തവണ ശത്രു നമ്മളെ വീഴാൻ വേണം തള്ളി. ഹല്ലേലൂയ. പക്ഷേല് ദൈവത്തിന്റെ കരം നമ്മളെ നീട്ടിപ്പിടിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോഴും നിൽക്കുന്നത്. ഹാലലൂയ. അല്ല നമ്മുടെ കഴിവിലും മിടുക്കിലും ഒന്നും അല്ല. ഓരോ ദിവസവും നമ്മളെക്കാട്ടി ആരോഗ്യമുള്ളവർ, നമ്മളെക്കാട്ടി സമ്പത്തുള്ളവർ, നമ്മളെക്കാട്ടി ശ്രേഷ്ഠരായവരൊക്കെ പലരും ഈ ഭൂമിയിൽ നിന്ന് നിൽക്കുന്ന നിപ്പിൽ മാറ്റപ്പെടുന്നു. ഹാലലൂയ. പക്ഷേല് നമ്മളെ ഇപ്പോഴും ദൈവം കൃപയാൽ നമ്മളെ ഇങ്ങനെ നിർത്തി വെക്കുന്നതിന്റെ കാര്യം അത് തന്നെ. ദൈവം തന്നെ ദൈവം വിശ്വസ്ത അയക്കുന്നു. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവുമൂർച്ചയുടെ വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ഇപ്പൊ മനുഷ്യപുത്രന്മാരെ കുറിച്ച് പറയുന്നതാണ് ഈ പറയുന്നത്. സിംഹങ്ങളുടെ നടുവിൽ കിടക്കുന്ന പോലെ അവരുടെ പല്ലുകള് നാവൊക്കെ കൂർത്ത എന്താ പറയാ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവുമൂർച്ചയുടെ വാളുമായിരിക്കുന്നത്. കാരണം മനുഷ്യന്മാരുടെ വാതുറന്ന എങ്ങനെയായിരിക്കുന്നു ഇത് പറയും അവിടെ. വാളൊക്കെ ഇതിനെക്കാട്ടി എത്ര ഭേദമാണ്. പക്ഷെ ഈ നാവെന്ന വാളുകൊണ്ടുള്ള വെട്ടൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അത് ജീവിതകാലത്ത് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല. അതുപോലെ അവിടെ പറയുന്നേ, ദൈവമേ നീ ആകാശത്തിന് മീത് ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിയും പരക്കട്ടെ. അവർ എന്റെ കാലടിയിൽക്കൊരു വല വിരിച്ചു, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ സ്തോത്ര. അവര് വല വിരിച്ച്, അവര് കുഴി കുഴിച്ച്
പിടിച്ചു. ഹാലേലിയ. പക്ഷെ ദൈവം തുണയാൻ നിന്നവന് നേരെ കുഴി ഒരുക്കിയിരിക്കുന്നവർ കുഴിയിൽ തന്നെ വീണു. ഹാലലൂയ. നമുക്കറിയാം ദൈവം, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആപത്തുള്ള അനർത്ഥങ്ങളൊക്കെ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം കരം നീട്ടി നമ്മളെ പിടിക്കുമെന്നുള്ളൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഹാലയിൽ. ഹെരോദാവിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് നമ്മുടെ പത്രോസിനെ ദൈവം സ്വന്തം ദൂതനെ അയച്ചെന്താ ചെയ്തേ? പുറത്തു കൊണ്ടുവന്നു അല്ലേ? ദാനിയേൽ സിംഹക്കുഴി വീണപ്പം അവൻ സ്വർഗത്തിലെ ദൈവം കരം നീട്ടി പിടിച്ചതാ. എന്താ? സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. ഹാലേലൂയ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കണ്ണും ഇപ്പോഴും കണ്ണുണർന്നിരിക്കുകയും കരം നീണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാരണം ഏത് ആപത്തിൽ കൊണ്ടുവന്നിട്ടാൽ, ഏത് കുഴിയിൽ തള്ളിയിടെന്ന് വിചാരിച്ചാലും ശത്രു പല പദ്ധതികൾ വെക്കും. നമ്മളെ അതിലേക്ക് നമ്മൾ പോലും അറിയും. നമ്മളിവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ശത്രു നമ്മളിവിടെ ഒന്നും അറിയാതെ വല്ലോടും ഒക്കെ എന്താ പറയാ, നമ്മുടെ ഭാഷയെ പറഞ്ഞ വായിന്നൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ശത്രു നമ്മളെ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയിട്ട് തകർത്തുകളെ നോക്കും. നമ്മളിത് അറിയുന്ന പോലും ഇല്ല. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ദൈവം വെളിപ്പാട് നമ്മളെല്ലാം കാണാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലാണ്. അല്ല, നമ്മൾ പ്രാർത്ഥന ഒന്നും ഇല്ലാതെ വേറെ പല കാര്യങ്ങളും ഇടപെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ, നടക്കുന്ന സമയങ്ങളൊക്കെ ആ സമയത്ത് ശത്രു എന്ത് ചെയ്യുന്നറിയാ, നമുക്കത് പദ്ധതി ഒരുക്കൊണ്ടിരിക്കുക. പക്ഷേ അവിടെയൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് അതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഹാലേലിയ. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണ് കാണുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി നീണ്ടുവരും. എന്താ പറയാ, അതിലേക്ക് എന്റെ കുഞ്ഞിതാ നടന്നു പോകുന്നുണ്ട്, അവൾ അറിയുന്നില്ല അവിടെ ഒരു കുഴി ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അവൻ അതിൽ വീഴുന്ന ഞാൻ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റും നമ്മള്. ഹാലേലൂയ. അപ്പൊ അതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. പണ്ടൊക്കെ നമ്മള് കുഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ കുഴിയൊക്കെ കുഴിച്ചിട്ട് ഇതൊക്കെ ഇട്ട് മറച്ചു വെച്ചിട്ട് പിള്ളേരെ നടത്തിക്കൊണ്ട് കൊണ്ട് കുഴിച്ചടിക്കുന്ന പരിപാടിയൊക്കെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഹാലേലൂയ. കാരണം എന്റെ കസിൻസിനെ അവരെയൊക്കെ വിളിച്ച് വാദേ അവിടെ നീക്കുന്നൊക്കെ കൊണ്ടു ആ കുഴി വിടവ് നമ്മൾ സന്തോഷിക്കും. ഇതൊക്കെയാണ്. പക്ഷെ അതുപോലെ നമ്മൾ അന്ന് കളിക്കാൻ വേണ്ടിയിട്ട് കുഴി ഒരുക്കി, ഇന്ന് നമ്മളെ ശരിക്കും ജീവിതത്തിൽ വീഴിക്കാൻ വേണ്ടി കുഴി ഒരുക്കിയിരിക്കുന്ന ശത്രുവിന്റെ കുഴിയിലേക്ക് വീഴാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ കരനീട്ടി പിടിക്കും. ഹാലേലൂയ. അവരെന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവിടെ ദാവീദ് പറയുന്നത് അവരെന്റെ കാലടികൾക്ക് അവർ വേടം വല വിരിച്ചു, എന്റെ മനസ്സ് ഇടിഞ്ഞു. അവർ വിരിച്ചു വെച്ചിരിക്കുന്ന എന്റെ മനസ്സിടിഞ്ഞു. അടുത്ത് പറയുന്നത് അവർ എന്റെ മുമ്പിൽ നിന്ന് ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. ഹാലേലിയ. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഹാലേലൂയ. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കും. അവിടെ ആദ്യം എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ദാവീദ് രണ്ടാമത് ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴി കുഴിച്ചവർ തന്നെ വീണപ്പോ പറഞ്ഞു എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സുറ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില ചെറിയ വീഴ്ചകൾ വരുമ്പോൾ നമുക്ക് മനസ്സ് ഇടിയുമെങ്കിൽ ദൈവം എന്തിനാ ചെറിയ വീഴ്ചയിലേക്ക് ചെറിയ വലയിലേക്ക് അനുവദിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ വലിയ കുഴിയിലേക്ക് നീ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഹാലേലൂയ. അപ്പൊ ആ വലിയ കുഴിയെ കുഴിച്ചവർ തന്നെ വീഴും. ഹാലേലൂയ. അപ്പൊ ചെറിയ വിഷമമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധിയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനെ ഓർത്ത് പാടപ്പെടേണ്ട, മനസ്സിരിയേണ്ട കാര്യമില്ല. കാരണം നിനക്ക് മുമ്പിൽ ഇതിനെക്കാട്ടി വലിയൊരു ആപത്ത് വെച്ചിരിക്കുക, നീ അതിലോട്ട് പോയി ചാടാതിരിക്കാൻ വേണ്ടി നിന്നെ തൽക്കാലം ഞാൻ ഇതിൽ പെടുത്തിയിരുന്നേക്കുക. മനസ്സിലായി? ചിലപ്പോ സമയത്ത് നമ്മുടെ മുമ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നമുക്കത് ലഭിക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന യാത്ര നമുക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിടിയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ദൈവത്തിന് നീ അങ്ങോട്ട് പോയാൽ നീ ഇതിനെക്കാട്ടി വലിയ കുഴിയിൽ പോയി വീഴും. ശത്രു വലിയൊരു കുഴി ഒരുക്കി വെച്ചിട്ടാ എന്തൊക്കെയോ കാണിച്ച് നമ്മൾ അതിലോട്ട് കൊണ്ടുപോകാനുള്ള വഴി. അപ്പൊ അതുകൊണ്ടാണ് ദൈവം വഴി അടച്ചു കളയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. ഇവിടെ ദാവീദ് പറഞ്ഞതനുസരിച്ച് ഹാലേലൂയ. എന്താ പറയാ, ഇപ്പം നല്ലൊരു ജോലി ഓഫർ വന്നെന്നിരിക്കട്ടെ. ഹാലേലൂയ. അപ്പോഴത്തേന് നമ്മൾ പോകാൻ വലിയ റെഡിയായി ഭയങ്കര സന്തോഷത്തെ കിട്ടിയെന്ന് കേൾപ്പം പെട്ടെന്ന് അതങ്ങ് ബ്ലോക്ക് ആയിപ്പോയാൽ നമുക്കത് ഭയങ്കര നിരാശയും വിഷമപ്പോഴും അല്ലേ? പക്ഷേല് നമ്മൾ അറിയാത്തൊരു കെണി അതിന്റെ പുറകിലുള്ളത് കൊണ്ടാണ് ദൈവം അത് അടച്ചു കളയുന്നത്. എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയെന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ബ്ലോക്കായി പോകുന്നെങ്കിൽ ദൈവം അത് അടയിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അതിന്റെ പിന്നിൽ ഒരു ചതി ഉള്ളത് കൊണ്ടോ ഒരു തിന്മയുള്ളത് കൊണ്ടാണ്. നമ്മൾ അത് കാണുന്നില്ല. ഹാലേലൂയ. പക്ഷെ നമ്മൾ ഇത് കണ്ടിട്ട് മനസ്സിലാവും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും ആ വലിയൊരു കുഴിയായിരുന്നു, ആ കുഴി വീഴാതിരിക്കുന്ന ദൈവം രക്ഷ. അപ്പൊ നമുക്ക് മനസ്സുറയ്ക്കും. ഹാലേലൂയ. നമ്മൾ പറയോ ദൈവമേ കിട്ടാതിരുന്നത് നന്ദി, പോകാൻ പറ്റാതെ നന്ദി, ഹാലേലൂയ, അല്ലെങ്കിൽ അത് ലഭിക്കാതിരുന്നത് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്തോത്രം ചെയ്യും. ഹാലേ. പക്ഷെ കാരണം അതിന്റെ പിന്നിലൊക്കെ ഹാലേലൂയ. കാരണം ഇവിടെ അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ച് അവർ തന്നെ വീണു, എന്റെ മനസ്സ് ഉറച്ചു. ദൈവമേ എന്റെ മനസ്സ്, അപ്പൊ ഇടിഞ്ഞിരിക്കുന്ന മനസ്സെന്ന് പറഞ്ഞ ആള് തന്നെ ചെയ്യുമ്പോ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവത്തിന് നന്ദി. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും,
എൻ മനമേ ഉണരുക, വീണയും കിന്നരമായുള്ള ഉണരുവിൻ, ഞാൻ അതികാലത്തെ ഉണരും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കണം. എന്താ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാ, അധികാലത്ത് എഴുന്നേൽക്കുന്ന നന്ദിയുള്ള ഹൃദയമുള്ളവരാ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്തവരായി മാറണം. ഹല്ലേലൂയ. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം, ജാതികളുടെ മധ്യയിൽ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. അപ്പം വംശങ്ങളുടെ ഇടയിൽ, ജാതികളുടെ ഇടയിലൊക്കെ നമ്മൾ ദൈവത്തെ പുകഴ്ത്തുവാനുള്ളവരാണ്, സ്തോത്രം ചെയ്യാനുള്ളതാണ്, ദൈവത്തെ വർണ്ണിക്കാൻ. എന്തുകൊണ്ടാ ചെയ്യുന്ന വെച്ചാ 10-ാം വാക്യം, നിന്റെ ദയ ആകാശത്തോളോ നിന്റെ വിശ്വസ്ത മേഘങ്ങളോളവും വലിയതല്ലോ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും പറഞ്ഞ വാക്യം അതൊക്കെ. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ദയ ആകാശത്തോളം, ദൈവത്തിന്റെ ദയ അത് ആകാശത്ത് നമുക്ക് കയ്യെത്തി പിടിക്കുന്ന ദൂരമാണ്. അല്ല, നമുക്ക് അളന്നു വെക്കാൻ പറ്റുന്ന അതാണോ? അല്ല, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ദയ അത് അൺലിമിറ്റഡ് ആണെന്ന് പറയുന്നതിന് തുല്യമാണ്. ആകാശത്തോളം ദൈവത്തിന്റെ വിശ്വസ്ത മേഘങ്ങളോളം വലിയതല്ലോ എന്ന് പറഞ്ഞാൽ ഈ മേഘങ്ങളെയും ആകാശത്തെയും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് പോലെയാണ് ദൈവത്തിന്റെ ദൈവം. നമ്മളെപ്പോഴും പറയും നമ്മൾ അവിശ്വസ്തരായിരിക്കും, ദൈവം വിശ്വസ്തരായിരിക്കുന്നു. ഹല്ലേലൂയ. അത് 100% ശരി. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റം. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തെ ത്യജിക്കാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ കാരണം. നമ്മുടെ സ്വഭാവം പല സമയത്ത് മാറും. പോന്തിന്റെ നിറം മാറുന്ന കണക്ക് നമ്മുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല. അവന്റെ സ്വഭാവം ഗതിഭേദങ്ങൾ ആച്ഛാദനം വരുത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കാലാവസ്ഥയൊക്കെ മാറുന്നതനുസരിച്ച് മാറുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ സ്വഭാവം എപ്പോഴും കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മാറുന്ന പോലെ സ്വഭാവം, സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും ഒരേ സ്വഭാവമാണ് നമുക്ക്? അല്ല. ഇന്നിപ്പോ ഭയങ്കര വിശ്വാസമാണെങ്കിൽ നാളെ എല്ലാം ചോർന്ന് വിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും. അടുത്ത ദിവസമാണെങ്കിൽ ഹല്ലേലൂയ എന്താ പറയാ, ഇത് അവിശ്വാസി പോലെ ഇങ്ങനെ സംസാരിക്കാത്ത കണക്കായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണോ നമ്മുടെ പിന്നത്തെ ദിവസമാണെങ്കിൽ അയ്യോ ഭയങ്കര എന്താ പറയാ, അതിവലിയ വിശുദ്ധ വിശ്വാസം എന്ന് പറയുന്ന രീതിയിലൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഹല്ലേലൂയ മാറുന്ന കണക്ക് നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തില്ല. അപ്പൊ അതുകൊണ്ടപ്പം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല, ദൈവത്തിന്റെ ദയയ്ക്ക് മാറ്റമില്ല, ദൈവത്തിന്റെ കരുണയ്ക്ക് മാറ്റമില്ല. ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്നത് അത് നമ്മുടെ സ്വഭാവം കൊണ്ട്. ദൈവം വാക്തത്വങ്ങൾ വിശ്വസ്തര വാക്ക് പറഞ്ഞ് മാറത്തന്നെ. അപ്പൊ എപ്പോഴാണ് നമുക്കിത് വിശ്വസ്ത അല്ലെന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമ്മളെ പലതിലേക്കും കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ചിന്താ മണ്ഡലത്തെ ക്രമീകരിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ വിചാരങ്ങളാണ്. പക്ഷെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദയ ആകാശവും അവന്റെ വിശുദ്ധ മേഘങ്ങളും വലിയത്. ദൈവം നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണം, നിന്റെ മഹത്വം സർവ്വഭൂമിയും പരക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് സർവ്വഭൂമി നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചന അപ്പൊ ദൈവത്തിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കണമെങ്കിൽ ഇതെങ്ങനെയാ ദൈവത്തിന്റെ മഹത്വം പരക്കുന്നത്? എങ്ങനെയാ സാർ ദൈവത്തിന്റെ മഹത്വം പരക്കുന്നത് സിസ്റ്ററെ? നമ്മളിലൂടെ പരക്കണ്ട. കാരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളായിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് മഹത്വം പരക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളാകുമ്പോഴാണ് മഹത്വം പരക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ദൈവം വിശ്വസ്തയെ മനസ്സിലാക്കി ഹല്ലേലൂയ അത് ഉറച്ചു നിൽക്കുമ്പോഴാണ് മഹത്വം പരക്കുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ കീർത്തിക്കുമ്പോൾ, നമ്മൾ സ്തുതിക്കുമ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് സാക്ഷീകരിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ മഹത്വം പരക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കണമെങ്കിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ദൈവം തന്നെ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുന്ന പറഞ്ഞേക്കുന്നത്. അപ്പൊ സാക്ഷികളാണെന്ന് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താ? ദൈവം ചെയ്യുന്ന നന്മകളെ നമ്മൾ സാക്ഷീകരിക്കുന്ന, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഘോഷിക്കുന്നതൊക്കെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നവർ. അപ്പൊ ദൈവത്തിന്റെ നാമം സർവ്വഭൂമിയിലും ദൈവത്തിന്റെ നാമം എന്താ പറയാ, അതേമേനി ആകാശമേ നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. അപ്പൊ സർവ്വഭൂമിയിലും ദൈവത്തിന്റെ മഹത്വം പരത്തുവാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വമാണോ പരത്തുന്നതെന്നൊക്കെ ആലോചിക്കണം. ഹല്ലേലൂയ. നമ്മളെ എവിടെ നിൽക്കുമ്പോഴും ഞാൻ പറയാം, നമ്മൾ പറയുന്ന ഓരോ വാക്കും ജാതികൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ വായിൽ എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ അപ്പൊ അവരതൊക്കെ ഒരു പിടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് അവർക്ക് പറയാൻ ലൈസൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് പറയാൻ ലൈസൻസ് ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവര് പറയുന്നതിന്റെ 10-ലൊന്നും പറയത്തില്ലായിരിക്കും, അല്ലെ 100-ലൊന്നും പറയത്തില്ല. ആരെക്കാട്ടി ചെറിയ എന്തെങ്കിലും കാര്യം, പക്ഷെ അത് കയറി പിടിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ മക്കളാണ്, വേർപെട്ടവരാണ്. നമുക്കൊരു പ്രമാണത്തിൽ ജീവിക്കുന്നവരാ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ദേഷ്യപ്പെടാൻ പോലെയുള്ള പെർമിഷൻ ഇല്ല.
ഹല്ലേലൂയ. ഒന്ന് കോപിക്കാൻ പോലും പറ്റത്തില്ല. ഒന്ന് ദേഷ്യത്തോടെ വാക്ക് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും, എന്തിനാ പ്രാർത്ഥിക്കാൻ പോന്നെ, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇത് ഈ ചോദ്യം എങ്ങനെ എപ്പോഴും നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടണമെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ ഷർട്ടിട്ട് വെക്കണം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, അവിടെ ദാവീദിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ദാവീദിനെ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് സങ്കീർത്തനമാക്കി എല്ലാവരുടെയും ഹൃദയം തണുക്കും അല്ലേ. കാരണം നമുക്ക് ഏറ്റവും മനസ്സൊക്കെ ഇടുങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടം സങ്കീർത്തനം. കാരണം വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര വലിയ പ്രശ്നത്തിൽ കൂടെ പോകുന്ന ദാവീദും അവിടെ ഇരുന്നുള്ള ദൈവത്തെ സ്തുതിക്കുന്ന കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സ് ഉറയ്ക്കും, ധൈര്യപ്പെടും. എനിക്ക് ഇച്ചിരി ഇതൊക്കെ ടെൻഷൻ അല്ലെങ്കിൽ എന്ത് വിഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വായിക്കാൻ എടുക്കുന്ന ഭാഗം സങ്കീർത്തനമായിരിക്കും മിക്കവാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഹൃദയത്തെ പെട്ടെന്ന് തണുപ്പിക്കും. കാരണം നമുക്കറിയാം ദാവീദ് പോയ കഷ്ടത എത്ര വലുതായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന്റെ 100 പോലും ഇല്ലാന്ന് അറിയാം. അപ്പൊ ദാവീദ് ആ സമയത്തും ഉറച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പ്രത്യാശ വയ്ക്കുകയും ആ ദൈവത്തെ മനസ്സിലാക്കുകയും ആ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്, ഏത് കൂരിലുള്ള താഴെ കൂടെ എനിക്കൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞ് ഉറപ്പോടെ പറയുന്ന ദാവീദിനെ നമ്മൾ കാണുക മാത്രമല്ല, അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മാത്രമല്ല, ദാവീദിന്റെ ജീവിതത്തിൽ അതെല്ലാം അനുഭവിക്കുകയും ചെയ്തു. ദാവീദ് എന്ത് വിശ്വസിച്ചു അതൊക്കെ ദാവീദിന് ലഭിച്ചു അല്ലേ. ഹല്ലേലൂയ. കാരണം ദാവീദ് പ്രതീക്ഷിക്കാത്ത അത്രയും ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം എന്താ പറയാ, ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു ഇടയനെ കൊണ്ടുവന്ന് ഇരുത്തിയെങ്കിൽ അതെന്താ, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തെ ആരാണ് എന്റെ ദൈവം എന്ന് തിരിച്ചറിയാം. അപ്പൊ ദൈവം ആരാണെന്ന് അറിയുന്നവർക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടി ദൈവം ആരാണെന്ന് അറിയുന്നവർക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ പലപ്പോഴും വന്നൊരു ചിന്തയാ. നമ്മുടെ യോസഫ് ഫറവോന്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഫറവോൻ വിളിച്ചോണ്ട് ഒരു സ്വപ്നം വ്യാഖ്യാനിക്കാൻ കൊണ്ടുവന്നു. സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞോണ്ട് ഹാലേലിയ പെട്ടെന്ന് വസ്ത്രം മാറ്റി മാലയൊക്കെ ഇട്ട് കൊടുത്ത് എന്താ പറയാ സിംഹാസനം എന്റെ സിംഹാസനം മാത്രം ഞാൻ പദവി മാത്രം നിന്റെ മേലെ നീ സകലം നീ തന്നെ നോക്കണം പറഞ്ഞ് കൊടുത്ത്. ഞാൻ പറയും, നമുക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് സാധാരണ ഒരു സ്വപ്നം വ്യാഖ്യാനിച്ച് ഒരു കാര്യം ചെയ്ത് നല്ലൊരു സമ്മാനം കൊടുക്കുമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ട് ചിലപ്പോൾ നല്ലൊരു സ്ഥാനം വീടൊക്കെ വെച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ എല്ലാത്തിനും മീതെ കയറ്റിയിരുത്തുവോ? ഇപ്പൊ ഓരോ കമ്പനിയിലൊക്കെ തന്നെയാണെങ്കിൽ ഏറ്റവും മീതെ ഒരു ഓഫീസിൽ നമ്മൾ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇരിക്കണമെങ്കിൽ അവർ പല കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, മുന്നമേ നമ്മൾ എന്തൊക്കെ ചെയ്യും, ഇതൊക്കെ നോക്കിയിട്ട് നമ്മളെ കൊണ്ടിരുത്തത്തുള്ളൂ അല്ലേ. ഇത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടങ്ങോട്ട് ഇരുത്തി, നീ അതിന് മുതൽ എവിടെ നിന്നോ, ഞാൻ സിംഹാസനത്തിൽ ഇത് വെച്ച പദവി മാത്രം ഞാൻ രാജാവ് ഒന്നാമനായി, പക്ഷെ നീയാണ് സകലം തീർക്കുക. ഞാൻ ചോദിക്കും, നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അത് അന്ന് നമ്മൾ ബൈബിളിൽ വായിച്ചതാണെങ്കിൽ അന്ന് നമ്മുടെ ബൈബിളിൽ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കഥയാണോ ചരിത്രമാണോ അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിച്ചതാണോ അല്ലെങ്കിൽ സംഭവിക്കാത്തതാണോ എന്നൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻസ്, ചിലപ്പോൾ ഒരു കഥ പോലെ ചിലപ്പോൾ സംഭവിച്ചാൽ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അന്നത്തെ കാലത്തല്ലേ, ഇന്നത്തെ കാലത്ത് അങ്ങനെല്ലാം സംഭവിക്കും. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്. MBA അതും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, CA മറ്റത് മറിച്ചതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഓരോ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ടാണ് അവർ എക്സ്പീരിയൻസ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് നോക്കിയിട്ട് ഒരു പൊസിഷനിലേക്ക് എത്താൻ. ഞാൻ GM വരെ പൊസിഷൻ ഇരുന്ന ആണ്ട് എനിക്കറിയാം ആ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷത്തെ അധ്വാനം നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇന്ന് നടക്കുന്നത്, ഇന്നും നടക്കും. ഞാൻ എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ തന്നെ ജീവിച്ചിരിപ്പോൾ ആരാ, വേണുദാസ് പാസ്റ്റർ പറഞ്ഞ 8ാം ക്ലാസ് വരെ പഠിച്ച മനുഷ്യൻ ഒരു വലിയ കമ്പനി, ജർമ്മൻ ബേസ്ഡ് കമ്പനിയുടെ GM ആക്കിയായിരുന്നു പിടിച്ചിട്ട്. ദൈവത്തിന് പറ്റാത്ത വല്ല കാര്യമുണ്ടോ? ഇല്ല. എഡ്യൂക്കേഷൻ വേണോ സിസ്റ്ററെ? വേണ്ട. നമ്മുടെ എക്സ്പീരിയൻസ് വേണോ? വേണ്ട. എന്തായിരുന്നു മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ മനുഷ്യൻ ഇപ്പോഴും നല്ല സന്തോഷത്തോടെ മണിക്കൂർ ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അതാ പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ. പുള്ളിനെ ഒരു വലിയ കമ്പനി, ചെറിയ കമ്പനിയൊന്നും അല്ല, ഒമാനിലെ ഒരു വലിയ കമ്പനിയുടെ അത് ജർമ്മനിയിൽ അതിന്റെ ഹെഡ് ഓഫീസ് ആയിരിക്കുന്ന ജർമ്മൻ ബേസ്ഡ് കമ്പനിയുടെ GM ആക്കി മാറ്റി. ജർമ്മനി വിട്ട് ട്രെയിനിങ് കൊടുത്ത് GM ആക്കി കൊണ്ട് പോസ്റ്റ് ചെയ്തു. അവിടെ MBA-ക്കാരും CA-ക്കാരും അല്ലെങ്കിൽ എന്താ പറയാ അത്രയും വലിയ ഉദ്യോഗസ്ഥരുടെ എക്സ്പീരിയൻസ് ഉള്ളവർ നോക്കി നിൽക്കുമ്പോൾ കിടക്കുന്ന അവിടെ തകിടടിച്ചുകൊണ്ട് നിർത്തുന്ന GM ആയിട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്ക അവസ്ഥ. അതപ്പം യോസഫിന് വേണ്ടി മാത്രമല്ല ബൈബിളിൽ എഴുതിയേക്കുന്ന കഥ മാത്രമേ ഇന്നും ദൈവം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇന്നും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ആരാ? അത്യുന്നതനാണ്. ആ അത്യുന്നതൻ ആ ദൈവത്തിന്റെ കയ്യിലാണ് സകല
പവറും എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച ദാവീദ്. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പല ആപത്തുകളും അനർത്ഥങ്ങളൊക്കെ വരുമ്പോഴും ദൈവം അത് കണ്ടിട്ട് കണ്ണടച്ചല്ല, ദൈവം കര നീട്ടി നമ്മളെ പിടിക്കുകയാണ് പലപ്പോഴും. ഹല്ലേലൂയ. നമ്മൾ പോലും അറിയുന്നില്ല. അപ്പൊ അത്രയും വലിയൊരു ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ. ആ വിശ്വസ്തതയും ദയയിലും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാ വല്ലവനെ കുറിച്ചൊക്കെ പറഞ്ഞ് ആകുലപ്പെടുന്നത്? ആകുലതയൊക്കെ മാറ്റിവെക്ക്, ഭാരങ്ങളൊക്കെ മാറ്റിവെക്ക്, സന്തോഷത്തോടെ ഇരിക്കുക. കാരണം അത്യുന്നതൻ നമ്മുടെ കൂടെയുണ്ട്. ഹാലയില് ആ ദൈവം നമ്മൾ നോക്കിക്കൊണ്ട്, ആ ദൈവത്തിന്റെ മക്കളാ നമ്മളെങ്കിൽ നമ്മളെ തൊടുവാനായിട്ട് ഈ ലോകത്ത് ഒന്നിനും പറ്റത്തില്ല. ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി താഴെ വീഴത്തില്ലെങ്കിൽ. അപ്പൊ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മളെ. ദാവീദ് ദൈവത്തെ ഉറച്ചതുപോലെ, ദാവീദ് ദൈവത്തെ വിശ്വസിച്ചതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെയാണ് ഈ ലോകം മുഴുവൻ എത്തേണ്ടത്. ആ മഹത്വം പേർന്നവരായി മാറാം. ആ മഹത്വം നമുക്ക് ലോകത്തിന്റെ അറ്റത്തോളം ദൈവത്തിന്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവജനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.